എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്, അതുപോലെ തന്നെ പവർഫുള്ളുമാണ്. നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന പാർട്സാണ് എയർ ഫിൽറ്റർ. അപ്പോൾ എയർ ഫിൽറ്ററിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ടൊയോട്ടയുടെ വ്യത്യസ്ത വാഹനത്തിൽ ഉപയോഗിക്കുന്ന എയർ ഫിൽറ്റേഴ്സ് ആണ്. അത് പല രൂപത്തിലും പല ഭാവത്തിലും പല വലുപ്പത്തിലും ഒക്കെ കാണാം. അപ്പോൾ എന്താണ് എയർ ഫിൽറ്റർ, എന്തിനാണ് എയർ ഫിൽറ്റർ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ എയർ ഫിൽറ്റർ ഇല്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്, എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ വാഹനത്തിൽ എഞ്ചിനകത്ത് അത് ഡീസൽ ആയിക്കോട്ടെ പെട്രോൾ ആയിക്കോട്ടെ, എയറും അതുപോലെ തന്നെ ഫ്യൂവലും ചേർന്ന് കത്തിയിട്ടാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു വസ്തു കത്തണമെങ്കിലും നിങ്ങൾക്കറിയാം ഓക്സിജൻ വേണമെന്ന്. ഓക്സിജൻ ഇല്ലാതെ ഒരു വസ്തുവും കത്തില്ല. ഓക്കെ, അപ്പോൾ എഞ്ചിനകത്ത് ഫ്യൂവൽ കത്താൻ ഓക്സിജന് എഞ്ചിനകത്തേക്ക് സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഓക്സിജൻ എവിടെ നിന്ന് കിടക്കും? അത് നമ്മുടെ അന്തരീക്ഷ വായുവിൽ നിന്ന്, അതായത് അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്ന് ആണ് നമുക്ക് ഓക്സിജൻ കിട്ടുക. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് എയറിൽ ഓക്സിജൻ ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ എയറിനെ നമ്മൾ വലിച്ചെടുത്തിട്ട് എഞ്ചിൻ്റെ അകത്തേക്ക് സപ്ലൈ ചെയ്യണം. ഓക്കെ, പക്ഷേ ഈ അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, അത് ഒരുപാട് പൊടിപടലങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് എഞ്ചിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രോബ്ലമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ വരുന്ന അറ്റ്മോസ്ഫിയറിക് എയറിനെ അല്ലെങ്കിൽ അന്തരീക്ഷ വായുവിനെ ഫിൽട്ടർ ചെയ്തിട്ട് നല്ല ഫ്രഷ് എയറിനെ മാത്രമേ നമ്മൾ എഞ്ചിനകത്ത് കടത്തി വിടാൻ പാടുള്ളൂ. ഇങ്ങനെ ഫിൽട്ടർ ചെയ്യുന്നതിനാണ് നമ്മൾ എയർ ഫിൽട്ടർ വാഹനത്തിൽ ഘടിപ്പിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മൾ എയർ ഫിൽട്ടർ മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കുക? എഞ്ചിനിലേക്ക് വരുന്ന ആ ഒരു എയറിലെ പൊടിപടലങ്ങൾ ഒരുപാട് കാലം ഫിൽട്ടർ ചെയ്യുന്നത് കൊണ്ട് എയർ ഫിൽറ്ററിലുള്ള ആ ഒരു ഫിൽറ്ററിങ് എലമെന്റ്, അതായത് ഒരു ചെറിയ ഹോളുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം, വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ. ഓക്കെ, അതൊക്കെ അടയും. അക്കാരണത്തിന് എന്താ സംഭവിക്കുക? എഞ്ചിനിലേക്ക് വരുന്ന എയറിന്റെ അളവ് കുറയും, ഫ്ലോ കുറയും. അപ്പോൾ എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്ത ഫ്യൂവലിനെ കത്തിക്കാനുള്ള എയർ മതിയാകാതെ വരുമ്പോൾ അതുമൂലം ഫ്യൂവൽ ശരിക്കും കത്തൂല. ഫ്യൂവൽ കത്താത്തത് മൂലം എന്താ സംഭവിക്കുക? പവർ ലോസ് വരും, നമ്മുടെ വാഹനത്തിന് മൈലേജ് ഷോർട്ടൊക്കെ വരും. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷെ ഇപ്പോഴത്തെ വാഹനങ്ങളിലൊക്കെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഫ്യൂവൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ തന്നെ നമ്മുടെ എയർ ഇൻടേക്ക് പൈപ്പിലൊക്കെ ഒരു ഇൻടേക്ക് എയർ ഫ്ലോ മീറ്റർ അല്ലെങ്കിൽ സെൻസർ എന്നൊക്കെ പറയുന്ന സംഭവം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും കാരണം കൊണ്ട് എഞ്ചിനിലേക്ക് വരുന്ന എയറിന് കുറവ് വന്നു കഴിഞ്ഞാൽ ഈ മീറ്റർ ഡിറ്റക്ട് ചെയ്തിട്ട് നേരെ ഇസിയിലോട്ട് അത് പാസ് ചെയ്യും, ഇൻഫർമേഷൻ പാസ് ചെയ്യും. അപ്പോൾ ഇസിയു എന്താ ചെയ്യുക? ഫ്യൂൽ ഇഞ്ചക്ഷനെ കൺട്രോൾ ചെയ്തിട്ട് എഞ്ചിനിലേക്ക് വരുന്ന എയറിന് ആനുപാതികമായിട്ടുള്ള ഫ്യൂവലിനെ മാത്രം ഇഞ്ചക്ട് ചെയ്യും. ഇതുമൂലം ഫ്യൂവൽ വേസ്റ്റ് ആവില്ല. ഫ്യൂവൽ വേസ്റ്റ് ആകാത്തത് കൊണ്ട് തന്നെ നമുക്ക് മൈലേജ് കുറയുന്നതും ഒഴിവാക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യുന്ന പീരിയഡ് എന്ന് പറയുന്നത് ഓരോ വാഹനത്തിൻ്റെ മാനുഫാക്ചറിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും. എന്നിരുന്നാലും ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി വാഹനം എയർ ഫിൽട്ടർ ഇല്ലാതെ ഓടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? യാതൊരു തരത്തിലുള്ള ഫിൽറ്ററിംഗ് ഇല്ലാതെ എയർ നേരെ എഞ്ചിനകത്തേക്ക് വരുന്നതിനാൽ പൊടിപടലങ്ങളൊക്കെ എഞ്ചിനകത്ത് കടക്കും. ഓക്കെ, ഈ സിലിണ്ടർ വാളിലൊക്കെ നമ്മൾ മുമ്പ് ഓയിലിന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ സിലിണ്ടർ വാളിലൊക്കെ ഒരു ഓയിൽ ഫിലിം ഉണ്ട്, അതായത് ഒരു ലെയർ ഉണ്ട് അതിന്റെ ഒരു ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിൽ പൊടികൾ പറ്റി പിടിച്ച് കഴിഞ്ഞാൽ ഓയിലിന്റെ ലൈഫ് കുറയും, ഓയിലൊക്കെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സിലിണ്ടർ വാളൊക്കെ ചെറുതായിട്ട് ക്രാക്ക് വരാനൊക്കെ സാധ്യത ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുറേ കാലം ഇങ്ങനെ ഇത് തുടർന്നാൽ, അതായത് എയർ ഫിൽട്ടർ ഇല്ലാതെ വാഹനം ഓടിച്ച് കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എഞ്ചിൻ തന്നെ തകരാറിലാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും എയർ ഫിൽറ്ററിനെ നിസ്സാരാക്കി കാണാതെ എയർ ഫിൽട്ടർ ഇല്ലാതെ വാഹനം ഓടിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എയർ ഫിൽറ്ററിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും അത് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.